വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളാകട്ടെ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അവർ അതിശക്തരും തീവ്രന്മാരുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അതിശക്തരാണ് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനുള്ള സ്നേഹത്താൽ അശദ് അതിശക്തന്മാർ എന്ന് പറയുമ്പോൾ അശദ് എന്നുള്ളത് ഇസ്മു തഫ്ദീലാണ് വ്യാകരണ പ്രകാരം. സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്ന് പറയും. അപ്പോൾ അവിടെ ഇസ്മു തഫ്ദീൽ ഒരു മുഫദ്ദലിനെയും ഒരു മുഫദ്ദൽ അലൈഹിയെയും അറിയിക്കുന്നു എന്നാണ്. അതിശക്തരാണ് ഏത് വിഷയത്തിൽ? അള്ളാഹുവിനോടുള്ള വിശ്വാസികളുടെ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ. അതാണ് അവിടെ മുഫദ്ദൽ ശ്രേഷ്ഠമാക്കപ്പെട്ടത്. വിശ്വാസികളുടെ അള്ളാഹുവോടുള്ള സ്നേഹം അത് അതിശക്തമാണ്. മുഫദ്ദൽ അലൈഹി ആരുടെ സ്നേഹത്തേക്കാൾ? അത് പണ്ഡിതന്മാർ രണ്ട് നിലക്ക് വിശദീകരിച്ചു. ഏതാനും ചരിത്രങ്ങളെ ഉദ്ധരിച്ചാണ് നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലാക്കുന്നത്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഐ അക്സറു വ അസ്ബതു വ അദ്വമു അലാ മഹബ്ബതിഹിം ലില്ലാഹി തആല മിനൽ കുഫാരി ലി അസ്നാമിഹിം. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അശദ് എന്ന് പറഞ്ഞാൽ അക്സർ, അത് കൂടുതലാണ്. അസ്ബത്ത് സ്ഥിരപ്പെട്ടതാണ്. അദ്വം അത് നിത്യവുമാണ്. അലാ മഹബ്ബതിഹിം ലില്ലാഹി മിനൽ കുഫാരി ലി അസ്നാമിഹിം, കുഫാറിന് അവരുടെ വിഗ്രഹങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അവിശ്വാസികൾക്ക് അവരുടെ വിഗ്രഹങ്ങളോടും ആരാധ്യന്മാരോടും ഉള്ള സ്നേഹത്തേക്കാൾ വിശ്വാസികളുടെ സ്നേഹം അള്ളാഹുവിന് നേരെയുള്ളത് കൂടുതലാണ്, സുസ്ഥിരമാണ്, നിത്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? സത്യവിശ്വാസികൾ അള്ളാഹുവിൽ പരിമിതപ്പെടുന്നു, ആരാധ്യനായി അള്ളാഹുവെ മാത്രമാക്കുന്നു. അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടം, സ്നേഹം അത് വകതിരിക്കുന്ന, മറ്റുള്ളവർക്ക് വകവെക്കുന്ന അവസ്ഥ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നതിൽ അവരുടെ ആത്മാർത്ഥതയും കൂറും എങ്ങനെയാണ്? ചില ചരിത്രങ്ങൾ നമുക്കിവിടെ വായിക്കാം. മഹ്ദി ഇബ്നു മൈമൂൻ അബൂ റജാഇനിൽ ഉതാരിദി പറയുന്നത് കേട്ടതായി ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി നിവേദനം. അബൂ റജാ അൽ ഉതാരിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവിടെ ജീവിച്ച ആളാണ്. ജാഹിലിയത്തിലും ഇസ്ലാമിക കാലത്തും അദ്ദേഹമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അവസരമുണ്ടായിട്ടില്ലാത്ത ഒരു മഹാനാണ് അബൂ റജാ അൽ ഉതാരിദി. അദ്ദേഹം പറയുന്നത്, കുന്നാ നഅബുദുൽ ഹജർ, ഞങ്ങൾ കല്ലിനെ ആരാധിക്കുമായിരുന്നു. ഫഇദാ വജദ്ന ഹജറൻ ഹുവ അഖ്യറു മിൻഹു, ഞങ്ങൾ ആരാധിക്കുന്ന കല്ലിനേക്കാൾ നല്ല ഒരു കല്ല് ഞങ്ങൾ കണ്ടാൽ അൽഖൈനാഹു വ അഖദ്നൽ ആഖർ, ആദ്യം ആരാധിച്ച കല്ലിനെ വലിച്ചെറിയും, എന്നിട്ട് നല്ല കല്ലിനെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഫഇദാ ലം നജിദ് ഹജറൻ, ആരാധിക്കുവാൻ ഒരു കല്ലും കണ്ടില്ല എങ്കിൽ ജമഅന ജുസ്വതൻ മിൻ തുറാബ്, ഞങ്ങൾ മണ്ണ് കൂട്ടിയിടും. സുമ്മ ജീന ബിഷാത്ത്, പിന്നെ ഞങ്ങൾ ആടിനെ കൊണ്ടുവന്ന് ഫഹലബ്ന അലൈഹി, ആ മൺകൂനയിൽ ആടിനെ കറക്കും, എന്നിട്ട് പാല് ആ മണ്ണിൽ വീഴ്ത്തിയതിന് ശേഷം സുമ്മ തുഫ്ന ബിഹി, പിന്നെ ഞങ്ങൾ അതിനെ വലം വെക്കും, അതിനെ തവാഫ് ചെയ്യും. ഇതാണ് അബൂ റജ പറഞ്ഞത്, മഹ്ദിയെ കേട്ടത് ഉദ്ധരിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ബഹുദൈവ വിശ്വാസിക്ക് താൻ ആരാധിക്കുന്ന കല്ലിനോടുള്ള കൂറ്. കുറെ കാലം ഒരു കല്ലിനെ ആരാധിക്കും, പിന്നെ നല്ലതൊന്ന് കണ്ടാൽ ആരാധ്യനെ വലിച്ചെറിഞ്ഞ് നല്ലതായി കണ്ടതിനെ തെരഞ്ഞെടുത്ത് ആരാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ സ്നേഹം? വിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെയല്ല. അവരുടേത് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് നിത്യമാണ്, സുസ്ഥിരമാണ്, ഏറ്റവും മികച്ചതാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളിവിടെ മുമ്പ് അസായിബ് ബിൻ അബ്ദില്ലയെ ഉദ്ധരിച്ചിട്ടുണ്ട്. ജാഹിലിയത്തിൽ കഅബ നിർമ്മാണത്തിൽ പങ്കാളിയായ വ്യക്തിയാണ് അസായിബ് ബിൻ അബ്ദില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂറുകച്ചവടക്കാരനും കൂട്ടുകാരനുമായിരുന്നു. രണ്ടുപേരും വലിയ ബന്ധത്തിലുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം അരുളപ്പെട്ട ആദരിക്കപ്പെട്ടതിൽ പിന്നെ സായിബ് ബിൻ അബ്ദില്ല തിരുനബിയിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. മക്ക ഫതഹിന് ഇപ്പുറം അദ്ദേഹം വീണ്ടും തിരുനബിയെ സന്ധിച്ച് ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്റെ അനുഭവം പറയുന്നത്, വലി ഹജറുൻ അന നഹത്തുഹു ബിയദൈ, എനിക്കൊരു കല്ലുണ്ടായിരുന്നു, എൻ്റെ കൈകൊണ്ട് ഞാൻ കൊത്തിയുണ്ടാക്കിയ കല്ല്. അഅ്ബുദുഹു മിൻ ദൂനില്ലാഹി തബാറക വ തആല, അള്ളാഹുവോടൊപ്പം ഞാൻ ആ കല്ലിനെ ആരാധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ആരാധിക്കുന്ന കല്ലിൽ ഞാൻ കൊണ്ടുവന്ന് പാലൊഴിക്കും. എങ്ങനെയുള്ള പാല്? എനിക്ക് സ്വാർത്ഥമായ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള പാല് ഞാൻ കുടിക്കാതെ അതുകൊണ്ടുവന്ന് ഞാൻ ഈ കല്ലിലൊഴിക്കുമായിരുന്നു. അതാണ് ഫഅജി ഉബിൽ ലബനിൽ ഖാസിർ അല്ലദി അൻഫസുഹു അലാ നഫ്സി ഫഅസ്ബു അലൈഹി, അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫയജി ഉൽ കൽബു ഫയൽഹസുഹു സുമ്മ യശ്ഗറു ഫയബൂലു, ഞാൻ പാലൊഴിച്ച കല്ലിൽ പട്ടി വന്ന് അത് നക്കി തുടക്കും, ആ പാലൊക്കെ നക്കിയെടുക്കും. എന്നിട്ട് അത് കാല് പൊക്കി ആ കല്ലിന് നേരെ മൂത്രമൊഴിക്കും.
എന്നാണ്. നായ വന്ന് വിഗ്രഹത്തിലൊഴിച്ച പാലിനെ നക്കി തുടച്ച് കാല് പൊക്കി മൂത്രമൊഴിച്ച് നായ പോകും എന്നാണ് സാഹിബിൻ അബ്ദുല്ല താൻ ആരാധിച്ചിരുന്ന കല്ലിനെ കുറിച്ച് പറയുന്നത്. അയാൾ കൊത്തിയുണ്ടാക്കിയ കല്ലിൽ ആരാധന നടത്തുന്നു. പിന്നെ അതിന് ഒന്നുകൂടി നന്നാക്കാനാണ് പാല് കൊണ്ടുവന്ന് അതിൽ പാരുന്നതും ഒഴിക്കുന്നതും. ഇവിടെ ഈ കല്ലിനോട് പാല് ചാർത്തി മാറ്റുകൂട്ടുന്ന കല്ല്, നായ വന്ന് നക്കി തുടച്ച് കാല് പൊക്കി മൂത്രമൊഴിക്കുന്ന കല്ല്, ഇതിനോട് എന്താ കൂറ്? സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ആ ആത്മാർത്ഥമായ അതിമഹനീയമായ സ്നേഹവും കൂറും അതൊരിക്കലും വിഗ്രഹാരാധകർക്ക് അവരുടെ വിഗ്രഹത്തോട് ആത്മാർത്ഥമായില്ല എന്നുള്ളതാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്.